കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നുപോയിടും. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നുപോയിടും. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വിശ്വാസത്തോടെ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. കൂടാരമാകും ഭൗമഭവന കൂടുവിട്ട് പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്കായി. കൂടാരമാകും ഭൗമഭവനം കൂടുവിട്ട് പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്കായി. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. കുഞ്ഞാട്ടിൻ കല്യാണം അടുത്തുവല്ലോ കാത്തിരിക്കുന്ന വിശുദ്ധരേ. കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തനോട് കൂടെ പോകും ഞാൻ. കുഞ്ഞാട്ടിൻ കല്യാണം അടുത്തുവല്ലോ കാത്തിരിക്കുന്ന വിശുദ്ധരേ. കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തനോട് കൂടെ പോകും ഞാൻ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. കാലം കഴിയും ഈ ലോകമഴിയും കാൺമതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. കാലം കഴിയും ഈ ലോകമഴിയും കാൺമതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നുപോയിടും. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നുപോയിടും. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. കൂടാരമാകും ഭൗമഭവന കൂടുവിട്ട് പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്കായി. കൂടാരമാകും ഭൗമഭവന കൂടുവിട്ട് പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്കായി. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ. ആമേൻ കർത്താവേ വേഗം വരണേ. ആമേൻ കർത്താവേ രാജ്യം വരണേ.
വരണേ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കഴുതയും കന്യകയും കല്ലറയും എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇപ്രകാരം പാടി സ്തുതിക്കുന്നൊരു പാട്ടുണ്ട്. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമ നിസ്തുലം. ഇത്ര മഹാനായി ഉത്തമനാകും ഒരുത്തൻ ഈ ഉലകിൽ കാണുമോ? പ്രിയരെ, മനുഷ്യാവതാരമെടുത്ത ക്രിസ്തു അത്ഭുത പുരുഷൻ മാത്രമല്ല, അവൻ നിസ്തുലനായവനും ഉത്തമനായ പുരുഷനും ആയിരുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അവനെപ്പോലൊരു പുരുഷൻ വേറെ ഉണ്ടായിട്ടില്ല. ജനനം കൊണ്ട് അത്ഭുത പുരുഷൻ, ജീവിതം കൊണ്ട് മഹാൻ, നിസ്തുലൻ, മരണം കൊണ്ട് മഹത്വമേറിയത്. ക്രിസ്തുവിന് തുല്യനായി മറ്റൊരാളില്ല. മനുഷ്യാവതാരം എടുക്കുവാൻ സ്ത്രീയുടെ ഉദരം കടമായി സ്വീകരിച്ചവൻ, സഞ്ചരിക്കുവാൻ അന്യന്റെ വാഹനമൃഗത്തെ ചോദിച്ചവൻ, മരിച്ചപ്പോൾ അടക്കുവാൻ അന്യന്റെ കല്ലറയെ ഉപയോഗിച്ചവൻ, എല്ലാറ്റിൻ്റെയും എല്ലാവരുടെയും സൃഷ്ടിതാവാണെങ്കിലും എല്ലാറ്റിൻ്റെയും അധികാരിയായിരുന്നെങ്കിലും 3 ലോകങ്ങളിലും അധികാരമുള്ളവനാണെങ്കിലും ദരിദ്രനായി ജീവിച്ച സർവസമ്പന്നൻ, ആർക്കും ഒന്നിനും കടപ്പെട്ടിരിക്കാത്തവൻ, എന്നാൽ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നവൻ, മരണത്തെയും കീഴടക്കി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സർവശക്തനായ കർത്താവാം ദൈവം ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും മഹത്വത്തിനും യോഗ്യൻ തന്നെ. സർവാധികാരിയെങ്കിലും സകലത്തിലും കാരണഭൂതനെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെയും മനസ്സോടെയും കൊടുക്കാതെ സ്വയമായി അവനൊന്നും എടുക്കുന്നവനല്ല. നമ്മിൽ നിന്നും മഹത്വവും ആരാധനയും അവൻ അധികാരം ഉപയോഗിച്ച് ഏറ്റെടുക്കുന്നവനല്ല. നാം സമർപ്പണത്തോടെ താഴ്മയോടെ ഹൃദയംഗമായി കൊടുത്തെങ്കിലേ അവൻ സ്വീകരിക്കുകയുള്ളൂ. മനുഷ്യനായി പിറക്കുവാൻ കർത്താവിന് ഒരു കന്യകയുടെ ഉദരം വേണമായിരുന്നു. അതും ബലമായി സ്വീകരിക്കുകയല്ലായിരുന്നു. മറിയയോട് ഗബ്രിയേൽ ദൂതൻ തന്നെക്കുറിച്ചുള്ള ദൈവഗീതം അറിയിച്ചപ്പോൾ മറിയ തന്നെ അതിനായി സമർപ്പിച്ച് നൽകുകയാണുണ്ടായത്. ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മറിയ പ്രതിവചിച്ചു. തൻ്റെ ഉദരത്തിൽ മശിക ജനിക്കുവാനുള്ള സമ്മതമായി തൻ്റെ ഉദരം മശികയ്ക്ക് 9 മാസം കഴിയുവാനുള്ള ഗൃഹമായി മറിയ വിട്ടുകൊടുക്കുകയായിരുന്നു. ദൈവം ആ സമർപ്പണത്തെ സ്വീകരിച്ചപ്പോൾ മറിയയ്ക്ക് ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുവാനും ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ ഭാഗമാകുവാനുമുള്ള ഭാഗ്യമുണ്ടാകുകയായിരുന്നു. അതുവരെ ഒരു കുഞ്ഞും വസിച്ചിട്ടില്ലാത്ത ഉദരം യേശുവിന് വസിക്കുവാൻ, ജനിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിന് വേണ്ടി മറിയ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തു. ജനനത്തിൽ യേശു അത്ഭുത പുരുഷൻ. ഭൂമിയിലെ ശുശ്രൂഷയ്ക്ക് അവസാനം സഞ്ചരിക്കുവാൻ, ചില പ്രവചന നിവൃത്തികൾ സംഭവിക്കുവാൻ, ക്രിസ്തുവിന് സഞ്ചരിക്കുവാൻ ഒരു കഴുതയെ ആവശ്യമായിരുന്നു. അതും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതയെ തന്നെ യേശു അതിനായി തിരഞ്ഞെടുത്തു. അതിനെ ഉടയവൻ അതിനെ മഹത്വമേറിയ ശുശ്രൂഷയാൽ ക്രിസ്തു രാജാവെന്നും പ്രവാചകനെന്നും വെളിപ്പെടുത്തേണ്ടതിനു വേണ്ടി എതിർവാദം ഉന്നയിക്കാതെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഉടമസ്ഥരുടെ സമ്മതത്തോടെയും സമർപ്പണത്തോടെയും യേശുവിന് വിട്ടുകൊടുത്ത ഉദരവും കഴുതയെയും യേശു ദൈവപ്രവൃത്തിക്കായി ഉപയോഗിച്ചു. മരണം കൊണ്ടും മാനവരാശിക്ക് സ്നേഹം പകർന്ന് അത്ഭുതം നിറവേറ്റിയവന് തൻ്റെ നിർജീവ ശരീരം അടക്കം ചെയ്യുവാനും ഒരു കല്ലറ ആവശ്യമായിരുന്നു. എന്നാൽ അത് തനിക്ക് സ്വന്തമായിട്ടില്ലായിരുന്നു. അരിമത്യക്കാരനായ യോസഫ് തൻ്റെ കല്ലറ ആരെയും വെച്ചിട്ടില്ലാത്ത, ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത കല്ലറ വിട്ടുകൊടുത്തു. യേശുക്രിസ്തുവിൻ്റെ ശരീരം അടക്കിയ കല്ലറയും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. അത്ഭുത പുരുഷനായ യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും മരണവും അത്ഭുത പ്രവൃത്തികളായിരിക്കുമ്പോൾ തന്നെ ശ്രേഷ്ഠതയേറിയ കാര്യങ്ങൾ മാത്രം യേശുക്രിസ്തുവിൽ കൂടിയുള്ളത് കാണുവാൻ, മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയരെ,
നമ്മോടും ദൈവം തൻ്റെ പ്രവൃത്തിക്കായി തൻ്റെ ഹിതം അറിയിച്ച സമ്മതം ചോദിക്കുന്നുണ്ട്. മനുഷ്യനായി പിറക്കുവാൻ, പുരുഷന്റെ സഹായമില്ലാതെ തന്നെ കന്യകയിൽ പിറക്കുവാൻ, ഉദരം സ്വീകരിക്കുവാൻ മറിയയെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ താൻ വിട്ടുകൊടുത്തു. കഴുതയുടെ യജമാനൻ കഴുതയെ യേശുവിന് പ്രവാചകനായി യാത്ര ചെയ്യുവാൻ വിട്ടുകൊടുത്തു. ജോസഫ് തൻ്റെ കല്ലറയും വിട്ടുകൊടുത്തു. ഇവയൊന്നും യേശുവിന് മുമ്പ് ആരും ഉപയോഗിച്ചിട്ടുള്ളവയല്ലായിരുന്നു. ശ്രേഷ്ഠമായത് മാത്രമേ കർത്താവിന് കൊടുക്കാവൂ. വിട്ടുകൊടുത്തവയെ കർത്താവ് ഉപയോഗിച്ചു. നമ്മിൽ നിന്നും കർത്താവ് ശ്രേഷ്ഠമായത് തന്നെ ചോദിക്കുന്നു, നമ്മെ തന്നെ ചോദിക്കുന്നുണ്ട്. പ്രിയരെ, വിട്ടുകൊടുക്കുമോ അതോ തിരസ്കരിക്കുമോ? വിട്ടുകൊടുത്താൽ സ്വീകരിക്കും, ഉപയോഗിക്കും നിശ്ചയം. ഭാഗ്യവാന്മാരുടെ, ഭാഗ്യപദവികളുടെ ഗണത്തിൽ ചേർക്കപ്പെടും. അവസരങ്ങളെയും വിളിയെയും തിരസ്കരിക്കാതെ ഇരിക്കുക. ദൈവപ്രവൃത്തിക്കായി പ്രിയരെ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. കന്യകാജനനത്തിനായി കന്യകയായ മറിയയെ സ്വീകരിച്ച ദൈവം, പ്രവാചക യാത്രയ്ക്കായി കഴുതയെ സ്വീകരിച്ചവനായ കർത്താവ്, അടക്കത്തിനായി കല്ലറ സ്വീകരിച്ചവനായ കർത്താവ്, തൻ്റെ രാജകീയ പുരോഹിത പ്രവാചക ശുശ്രൂഷയ്ക്കായി പ്രിയരെ നിങ്ങളെ സ്വീകരിക്കുവാൻ, ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരെയും ഇതുവരെയും ഉപയോഗിക്കാത്ത ഇടങ്ങളിൽ, ആരെയും ഉപയോഗിക്കാത്ത രീതിയിൽ വ്യത്യസ്തമായി നമ്മെ അവൻ ഉപയോഗിക്കുവാൻ തേടുന്നു. അടിയൻ, കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസി എന്ന് സമർപ്പിച്ച് സ്വയം വിട്ടുകൊടുക്കുവാൻ താല്പര്യപ്പെടുക. വിട്ടുകൊടുത്താൽ കർത്താവ് കൈക്കൊള്ളും, കർത്താവ് ഉപയോഗിക്കും. ദൈവനാമം മഹത്വപ്പെടും, ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ഇടയാകും. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉദരം വിട്ടുകൊടുത്ത കന്യകയെ പോലെ, കഴുതയെ വിട്ടുകൊടുത്ത യജമാനനെ പോലെ, കല്ലറ വിട്ടുകൊടുത്ത ശിഷ്യനെ പോലെ കർത്താവെ, ഞങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലെ ഉപയോഗത്തിനായി വിട്ടുതരുന്നവരായി തീരുവാൻ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കുന്നവരെ കർത്താവ് കരങ്ങൾ എടുക്കണമേ, ഉപയോഗിക്കണമേ. ആരും ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്തടത്ത്, ആരെയും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത നിലയിൽ തന്നെ കർത്താവ് ഞങ്ങളുടെ വൻ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ചാട്ട് കർത്താവിൻ്റെ നാമം ഞങ്ങളിൽ കൂടിയും മഹത്വപ്പെടുവാൻ ഇടയാക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടിരിക്കുന്ന മൺകൃപയ്ക്കായി സ്തോത്രം, മഹത്വം അങ്ങേക്ക്. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പച്ച ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. കാണും തിരുമുഖം നിത്യമാ, കാലം കഴിയും, ഈ ലോകമഴിയും, കാണുന്നതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമാ. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, രാജ്യം വരണേ. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, രാജ്യം വരണേ. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമൊന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമൊന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. കൂടാരമാകും ഭൗമഭവനം കൂടുവിട്ട് പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു.
കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്ക്. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ, ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. കുഞ്ഞാറ്റൻ കല്യാണം അടുത്തുവല്ലോ, കാത്തിരിക്കുന്ന വിശുദ്ധരേ, കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തനോട് കൂടെ പോകും ഞാൻ. കുഞ്ഞാറ്റിൻ കല്യാണം അടുത്തുവല്ലോ, കാത്തിരിക്കുന്ന വിശുദ്ധരേ, കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തനോട് കൂടെ പോകും ഞാൻ. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ, ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ.